UP ഒരു ഗുജറാത്താക്കാൻ വേണ്ടി മന്ദിരങ്ങളിലെ മുകളിൽ, മന്ദിരം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുടെ മുകളിൽ ഐ ലവ് മുഹമ്മദ് എഴുതി വെച്ചു. കാര്യം ഒന്ന് ആലോചിക്കണം. എന്തായാലും കൃത്യസമയത്ത് പോലീസ് ഇടപെട്ട് 4 മുസ്ലിങ്ങളെയും പിടിച്ച് 4 ഹിന്ദു തീവ്രവാദികളെയും പിടിച്ചു. മുസ്ലിങ്ങളെ വീട് മിക്കവാറും യോഗിജി പിടിച്ചപ്പം തന്നെ പൊളിച്ചു കാണും, ബുൾഡോസർ മിസൈൽ ഉപയോഗിച്ച് പൊളിച്ചു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ബുൾഡോസർ രാജാണ്, ഒക്കെ പൊളിച്ച് നീക്കുന്ന ആളാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതികൾ 4 ശർമ്മകളാണ് എന്നുള്ളതാണ്. ഹിന്ദുത്വ തീവ്രവാദികൾ. ആ 4 എണ്ണത്തിനെയും പറ്റി. പക്ഷെ അവർക്ക് വലിയ ശിക്ഷകളൊന്നും ഉണ്ടാവില്ല. എന്നാലും അവിടെ ഒരു ഗുജറാത്താവാതെ ഗുജറാത്ത് കലാപം, അതാണ് ഞാൻ പറഞ്ഞത്. ഗുജറാത്ത് ഇന്നത്തെ ഗുജറാത്തല്ല, ഗുജറാത്ത് കലാപം പോലെ ഒരു തട്ടിക്കൂട്ടൽ അരങ്ങേറാൻ പോകുന്നത് ഇല്ലാണ്ടായി എന്നതാണ് യഥാർത്ഥ സത്യം. പക്ഷേ ഒരു സംഘിക്ക് യഥാർത്ഥത്തിൽ അത് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത് വേറൊരു സത്യം. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് എന്തെല്ലാം കലാപങ്ങൾ ഉണ്ടാക്കണം. ഈ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവർക്കുള്ള നേട്ടം, അതിലൊരുപാട് സ്വത്തുക്കൾ കൊള്ളയടിച്ചു, ഒരുപാട് ആളുകളെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക. ഇതാണ് അവരുടെ നേട്ടം. ആ നേട്ടത്തിന് വേണ്ടിയാണ് അവർ ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. ഗോദ്ര ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഗോദ്രയാണ് ഗുജറാത്തിൽ. ഈ ഗോദ്ര സംഭവത്തിൽ തന്നെ പറയുന്നത് അവിടെ ഗ്യാസിന് ഈ പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ അരങ്ങേറിയത് കരുതിക്കൂട്ടി ചെയ്ത ഒരു പരിപാടി പോലെയാണ്. ആ സെക്കൻഡ് ഇടകൊണ്ട് തന്നെ ഗുജറാത്ത് മൊത്തം കത്തിച്ച് ചെയ്യുന്നതാണ്. അതിലവർക്ക് കിട്ടേണ്ടത് മുഴുവനും, വാരിയെടുക്കേണ്ടത് മുഴുവനും അവർ വാരിയെടുത്ത് അവസാനം ഒരുവിധം സ്ത്രീകളെ മുഴുവനും ക്രൂരമായി ബലാത്സംഗം ചെയ്തു. അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. അപ്പോൾ അവർ എല്ലായിടത്തും, ഇവിടെ തന്നെ നമ്മൾ കണ്ടല്ലോ, ഒരു താനൂരിലെ ശ്രീകൃഷ്ണ ജയന്തിയിലേക്ക് ബോംബ് എറിയാൻ വേണ്ടി ബോംബ് ഉണ്ടാക്കുന്ന ആ തിരുവനന്തപുരത്തുകാരൻ സോഹ ഔട്ടായി. ഭാഗ്യവശാൽ അത് അവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ വൻ ഒരു കലാപം ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ കരുതിക്കൂട്ടി നിൽക്കുന്നത് ഇതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ ഹിന്ദു സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാടിയിറങ്ങരുത്. കാരണം അത് ശരിക്ക് കൃത്യമായി അത് ബോധ്യപ്പെടുന്നത് വരെ അത് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഇവിടെ ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യുന്നത് ഈ സംഘികളാണ് എന്ന് നിങ്ങൾ തന്നെ ഓർക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഇവിടെ വിളയാടും. അത് ഒരു മുസ്ലിമിന് മാത്രമോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് മാത്രമോ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, മതമുള്ളവർക്കും മതമില്ലാത്തവർക്കടക്കം അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. ഒരു നാട് കുട്ടിച്ചോറായി കഴിഞ്ഞാൽ പിന്നെ ആ നാട് പുരോഗതിയിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസപ്പെടും. ഒരു കെട്ടിടം പണിയണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് തകർക്കാൻ ഒരു പ്രയാസമില്ല, വളരെ നിസ്സാരമാണ്. ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഓരോ ആളുകളും ഇവരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഇത്തരം ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഈ രാജ്യം നശിപ്പിക്കും, മുടിപ്പിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.